വെൽക്കം ടു ലേണിംഗ്. നമുക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നതാണ് ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലബോറട്ടറികളിലൊക്കെ സ്റ്റെറിലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു ഡ്രൈ ഹീറ്റ് ആയിട്ടുള്ള ഒരു എയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 50 to 300 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചർ റേഞ്ചിലായിരിക്കും ഈ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നുണ്ടാവുക. മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ടുള്ള ഗ്ലാസ് വെയർ, മെറ്റൽ എക്യുപ്മെന്റ്സ്, പൗഡേഴ്സിന്റെ ഒക്കെ സ്റ്റെറിലൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു ഹോട്ട് ആയിട്ടുള്ള എയർ, ഒരു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ് ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ വരുന്നത്. ഇത് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻസ്ട്രുമെന്റിലുള്ള അല്ലെങ്കിൽ ഒരു ഈ മെറ്റൽ എക്യുപ്മെന്റ്സിലൊക്കെയുള്ള മൈക്രോ ഓർഗാനിസത്തിന് ഓക്സിഡേഷൻ ത്രൂ ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അപ്പൊ ഈ ഡ്രൈ ഹീറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു മൈക്രോബിയൽ പ്രോട്ടീൻസ്, അതുപോലെ തന്നെ സെൽ കമ്പോണൻസ്, മോളിക്കുലർ സ്ട്രക്ചറിനൊക്കെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യും, അവയെ ഈ ഡ്രൈ ഹീറ്റിന്റെ ഹെൽപ്പോട് കൂടി അതിനെ ഇല്ലാണ്ടാക്കി ഈ ഒരു ഓക്സിഡേഷൻ പ്രോസസ് ത്രൂ ആയിട്ടോ അല്ലെങ്കിൽ മോളിക്കുലർ സ്ട്രക്ചറിൽ ഡിസ്ട്രപ്ഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മൈക്രോബിയൽ പ്രോട്ടീൻസിനെ എന്ത് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടൊക്കെ എന്ത് സംഭവിക്കുന്നത്, അതിന്റെ ഗ്രോത്തിനെ തടയിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു ഡ്രൈ ഹീറ്റ് പ്രോസസ് യൂസ് ചെയ്തിട്ട് വരുന്ന ഈ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ് നമ്മുടെ ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറാണ്, ബേസിക് സ്ട്രക്ചർ ഒരു ബോക്സ് ടൈപ്പ് ഷേപ്പ് ഉണ്ടായിരിക്കുക. അതിലെന്തായിരിക്കും ഒരു ഹീറ്റിംഗ് എലമെന്റ് ഉണ്ടായിരിക്കും. ആ ഹീറ്റിംഗ് എലമെന്റ് എന്ത് ചെയ്യണം, സൈഡുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യും. അതിന്റെ ഡിസൈഡ് ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോളർ യൂസ് ആയിട്ട് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ 50 to 300 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞു. അപ്പൊ ആ ഡിഗ്രി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, ആ ഡിഗ്രിയിലേക്ക് നമ്മൾ ആ ചെയ്യാൻ റീച്ച് ചെയ്യും. പിന്നെ ഈ ഒരു ടെമ്പറേച്ചർ എല്ലായിടത്തും എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ്ഡ് എയർ സർക്കുലേഷൻ ഫാൻസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ഫാൻ ത്രൂ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു എല്ലാ ട്രെയിലും എല്ലാ ഷെൽഫ്സിലേക്കും എന്ത് ചെയ്യും, ഈ ഒരു ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ആയിട്ടുള്ള ഹോട്ട് എയർ എല്ലായിടത്തേക്ക് എത്തും. സോ അവിടെ സ്റ്റെറിലൈസേഷൻ പ്രോസസ് നടക്കും. പിന്നെ ഇൻസുലേറ്റഡ് ചേമ്പർ ആണ് എന്താണ്, ഒരു ഹീറ്റ് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ ഓപ്പറേറ്ററിന്റെ സേഫ്റ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻസുലേറ്റഡ് ചേമ്പർ. സോ മെയിൻ ആയിട്ടുള്ള 5 കമ്പോണൻസ് ആണ് ഒരു ഹോട്ട് എയർ ആവുന്ന ഹീറ്റിംഗ് എലമെന്റ്. കോയിലോ അല്ലെങ്കിൽ ഒരു ഹീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഹീറ്റ് എലമെന്റ് എന്ന് പറയുന്നത്. പിന്നെ തെർമോസ്റ്റാറ്റ് ആണെങ്കിൽ ഡിസൈഡ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാൻസ് യൂസ് ചെയ്യുന്ന എല്ലായിടത്തേക്കും ടെമ്പറേച്ചർ എയർ എത്താൻ വേണ്ടിയിട്ട്, പിന്നെ ഷെൽഫ്സ് ആൻഡ് ട്രേസ് നമ്മൾ സാമ്പിൾസ് വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഇൻസുലേറ്റഡ് ചേമ്പർ നമ്മൾ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹീറ്റിനെ പുറത്തേക്ക് പോകാണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലേറ്റഡ് ചേമ്പർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിന്റെ സ്റ്റെറിലൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഏത് ഐറ്റമാണ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനുള്ളത് അത് ഹോട്ട് എയർ ഓവന്റെ ട്രേയിലേക്ക് വെക്കും. then അതിനെന്ത് ചെയ്യും, യൂഷ്വലി ഒരു 160 to 180 നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യാറുള്ളത്. ഇപ്പൊ ഈ ഒരു ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 1 to 2 hours നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഒരു 1 to 2 hours ആ ഒരു ചേമ്പർ ആ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ആ സാമ്പിൾ അവിടെ എന്ത് ചെയ്യും, ഒരു 2 hours നമ്മൾ ആ സാമ്പിൾ നമ്മുടെ ട്രേയിൽ വെച്ചിട്ട് അവിടെ പ്രോസസ് നടക്കുക. 160 to 180 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 to 2 hours നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ഹീറ്റ് എന്ത് ചെയ്യും, മൈക്രോ ഓർഗാനിസത്തിനെയും പ്രോട്ടീൻസിനും ഓക്സിഡേഷൻ വഴി ഒക്കെ ആയിട്ട് ഡിസ്ട്രക്റ്റീവ് പ്രോസസ് വഴി ആ ഒരു സെല്ലിനെ എന്താണ് ഡിസ്ട്രോയ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ ഓഫ് ഗ്ലാസ് വെയർ, അതായത് ബീക്കേഴ്സ്, ടെസ്റ്റ് ട്യൂബ്, പെട്രി ഡിഷസ് പോലുള്ള ഗ്ലാസ് വെയർസിനെ സ്റ്റെറിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യുക പൗഡർ, കെമിക്കൽ പൗഡേഴ്സ്, അതായത് മോയ്സ്ചർ ഹീറ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഹീറ്റ് എന്താണ് പൗഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെറിലൈസേഷൻ പൗഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ട് എയർ ഓവൻ ആണ് യൂസ് ചെയ്യുന്നത്. then മെറ്റൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സ്റ്റെറിലൈസർ, അതായത് സർജിക്കൽ ടൂൾസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഡ്രൈയിങ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ്, മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സിനൊക്കെ നമ്മൾ ഹോട്ട് എയർ യൂസ് ചെയ്യാറുണ്ട്. തന്നെ ഹീറ്റ് ട്രീറ്റ്മെന്റ്, എന്താണ് ഈ അനീലിംഗ് ഗ്ലാസ്, അതുപോലെ ഹീറ്റ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഹോട്ട് എയർ ഓവൻ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് വളരെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു മോയ്സ്ചർ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് ആണ് നമ്മളുടെ സാമ്പിൾ എന്നുണ്ടെങ്കിൽ അവിടെ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നോൺ കൊറോസീവ് ഗ്ലാസ് ആൻഡ് മെറ്റലിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടെമ്പറേച്ചർ കൺട്രോളിന്റെ സിമ്പിൾ ഓപ്പറേഷൻ മാത്രമാണ് വരുന്നത്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് സെൻസിറ്റീവ് ആയ ഐറ്റംസ്, അതായത് പ്ലാസ്റ്റിക്സ്, റബ്ബർ, ഇതിന്റെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവയ്ക്കൊന്നും വേണ്ടി നമ്മൾ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ റിക്വേഴ്സ് ലോങ്ങർ ടൈം വിത്ത് കമ്പയർ ടു ദ ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് ഇതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ പ്രോസസ് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇപ്പൊ ഈ ഓട്ടോക്ലേവിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ്, കൂടുതൽ സമയം റിക്വയർമെന്റ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ മെയിൻ്റെനൻസ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ തെർമോസ്റ്റാറ്റ് നമ്മൾ റെഗുലറായിട്ട് കാലിബ്രേഷൻ ചെയ്യണം. അതായത് ടെമ്പറേച്ചർ നമുക്ക് ഡിസൈഡ് ടെമ്പറേച്ചർ 160 to 180 ഡിഗ്രി നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആക്യുറേറ്റ് ആണ് നമ്മൾ ഉറപ്പെടുത്തിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഹോട്ട് മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ഗ്ലൗസ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ പ്രോപ്പർ വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക.
യൂസിങ് ഒരു കൂടുതൽ സമയത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള അവിടെ എന്താണ് ആ ഒരു ഓവൻ അവിടെ ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഉറപ്പ് വരുത്താം. ഓക്കെ അല്ലേ?